സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലെ കഥാപ്രസംഗ മത്സരം അവതരണ ശൈലി കൊണ്ട് സദസ്സിന്റെ പ്രശംസ പിടിച്ചുപറ്റി. കൊല്ലം ജില്ലയെ പ്രതിനിധീകരിച്ചെത്തിയ പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് HSS വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കഥാപ്രസംഗ കഥയിൽ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന ഗുരുദേവ ദർശനം നിറഞ്ഞുനിന്നു. കഥ തുടർന്ന് കഥാപ്രസംഗം കത്തിക്കാളിയ വെയിലിനെ നനയിച്ച് മഴയങ്ങ് പെയ്തിറങ്ങി. കഥാപ്രസംഗത്തിൽ കഥയ്ക്കിടെയുള്ള സംഗീതം പോലെ. ആധുനിക കഥാപ്രസംഗ കലയുടെ ശില്പിയായി അറിയപ്പെടുന്ന വി സാംബശിവന്റെ ജന്മനാടാണ് കൊല്ലം. കഥാപ്രസംഗ കലയുടെ ശതാബ്ദി വർഷം കൂടിയാണ് 2024. ആദ്യ കഥാപ്രസംഗ കഥയായ ചണ്ഡാലഭിഷികയുടെ രചയിതാവ് മഹാകവി കുമാരനാശാന്റെ സ്മാരകത്തിൽ നിന്ന് ലഭിച്ച ഒരു കസ്തൂരി ചെമ്പകത്തെ സാംബശിവന്റെ സ്മാരകമുറ്റത്ത് നട്ടുകൊണ്ടാണ് ശതാബ്ദി ആഘോഷത്തിന് തുടക്കം കുറിച്ചത്. ആ മരം വളരും പോലെ ഇനിയും ഈ കല വളർന്ന് പന്തലിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം പകർന്നത്. പി കേശവദേവിന്റെ ഗുസ്തി എന്ന കഥയാണ് ഗുരുദേവ ദർശനത്തിന്റെ അകമ്പടിയോടെ സ്നേഹ തോമസ് പറഞ്ഞത്. പിന്നെ ബ്രഹ്മ വിചാരിച്ച തൊടാൻ പറ്റുമോ? വേക്കാണെന്നേ ഇതല്ലേ നിങ്ങളുടെ ഡിസൈൻ. ബ്രഹ്മാവിനെ പറഞ്ഞിട്ടല്ലോ. അതിനിടയിലാണ് ഒരു നാരങ്ങ. ഇത് കേട്ടത് പിള്ളയുടെ പ്രജ്ഞ നശിച്ചു. അയാൾ കുഞ്ഞു പോയി പെട്ടെന്ന് കുഞ്ഞു പോയി പിള്ളയുടെ അതാ പിള്ളയുടെ കൈ ദോഷത്തോടൊപ്പം വേറെ വീഴുന്നു. അത് പത്ത് കളിച്ചത് കുഞ്ഞു പോയി ശിരസ് എന്നാണ് അയാൾ താഴെ കണ്ണുകളിൽ നാഥന്മാര് നിയന്ത്രണം വിട്ടു. അയാൾ കയ്യിലുണ്ടായിരുന്ന വീടിനെടുക്കുന്ന കത്തിയെടുത്ത് പിള്ളയുടെ കഴിച്ച് ആണിക്കുത്തി. ആ ചായക്കട ചോരക്കടമായി മാറി. വാർത്തകാട്ടുതീ പോലെ പടർന്നു. കേട്ടവർ ചായക്കടയിലേക്ക് ഓടിക്കയറി. ഏതാനും നിമിഷങ്ങൾക്കകത്ത് അതൊരു വലിയ കലാപമായി മാറി. സത്യമെന്നത് ആരും അന്വേഷിച്ചില്ല. ആർക്കും അത് അറിയില്ലായിരുന്നു. കലാപകാരന് തലങ്ങും വിലങ്ങും അക്രമമായി ശ്രമിച്ചു. വീടുകളെയും കുടിലുകളെയും ജയമാലയും. സാംബശിവന്റെ പേരിലൊരുക്കിയ വേദിയിലായിരുന്നു ഹയർ സെക്കൻഡറി വിഭാഗം കഥാപ്രസംഗ മത്സരം. മിക്ക ടീമുകളുടെയും പ്രകടനം മികച്ച നിലവാരം പുലർത്തിയെന്ന് വിധികർത്താക്കൾ. ജനങ്ങളുടെ ആസ്വാദന മണ്ഡലത്തിൽ നിന്നും പതിയെ അകലുന്ന കഥാപ്രസംഗ കലയുടെ പുനരുജ്ജീവനത്തിന് സർക്കാരിൻ്റെ ഇടപെടൽ തേടുകയാണ് അവശേഷിക്കുന്ന കാതികർ. ശ്രീനാരായണ ഗുരുദേവന്റെ ആശീർവാദവും മാർഗനിർദ്ദേശവും സ്വീകരിച്ചാണ് കഥാപ്രസംഗ കല പിറവികൊണ്ടത്. 1924 ഗുരുദേവന്റെ ശിഷ്യൻ CA സത്യദേവൻ മഹാകവി കുമാരനാശാന്റെ ചണ്ഡാലഭിഷികി അവതരിപ്പിച്ചതാണ് ആദ്യ കഥാപ്രസംഗം. ഗുരുദേവ ദർശനങ്ങളുടെ പ്രചാരണം ആദ്യകാലത്ത് കഥാപ്രസംഗ കല ധർമ്മമായി ഏറ്റെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.